ഞാനിവിടെ വാഴ കൃഷിയാണ് ചെയ്യുന്നത്. ഒരു 116ഓളം വാഴകളുണ്ട്. ഇത് കൃഷി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് നനക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സമയം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇതാണ് നമ്മളെ കുഞ്ഞുട്ട. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഡ്രിപ്പ് ഇറിഗേഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ സിസ്റ്റം കാണിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇതാണ് റെയിൻ ഗൺ. ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. മൂന്ന് നോസിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. 10, 14, 12 അങ്ങനെ എത്ര റേഡിയസിൽ വെള്ളം എത്തണം എന്നുള്ളതിലാണ് നമ്മളത് കണക്ട് ചെയ്യേണ്ടത്. ഇത് മീഡിയ നമ്മൾ ഇട്ടിരിക്കുന്നത് 12. ഇനി 10 ഉണ്ട്, അതിനേക്കാൾ കുറവ്, പിന്നെ 14 അതിനേക്കാൾ കൂടുതൽ, അങ്ങനെയുള്ളതാണുള്ളത്. ഇതുപോലെ ഒരു പോസ്റ്റ് വേണം. അതിന് പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് വാഴ കൃഷിയാണ്. ആ വാഴേൻ്റെ ഒരു ഹൈറ്റിനെക്കാട്ടിയും കുറച്ച് ഹൈറ്റ് വേണം. എന്നുണ്ടെങ്കിൽ വാഴ വലുതായി കഴിഞ്ഞാൽ ഒരു വാഴനെ കവർ ചെയ്ത് മറ്റു വാഴയ്ക്ക് എത്തുള്ളൂ. മറ്റേത് ഒരു വാഴയുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തായി അവിടെ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിലാണ് നമ്മൾ നനക്കുന്നത് ഉണ്ടെങ്കിൽ ഈ ഇടയിലുള്ള ഗ്യാപ്പൊന്നും വേസ്റ്റ് ആവില്ല. മറ്റേ പൈപ്പ് കൊണ്ടാണ് നനക്കുന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് നമ്മൾ തക്കാളി അല്ല വെണ്ടക്ക അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൈപ്പ് തട്ടിയിട്ട് അത് ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഇത് കറക്റ്റ് മഴ പെയ്യുന്ന പോലെയാണ്. വല്ലാണ്ട് ഡാമേജ് ഒന്നും പറ്റില്ല. ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാലേ റെയിൻ ഗണ്ണ് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, മോട്ടറിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനി അത്യാവശ്യം ഫോഴ്സ് വേണം. ടാങ്കിത്തെ വെള്ളം കൊണ്ടൊന്നും വർക്ക് ചെയ്യില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മോട്ടർ ഓണാക്കിയതാണ്. എല്ലാ സ്ഥലത്തും ഒരേപോലെ വെള്ളം എത്തുന്നുണ്ട്. ഒന്ന് കണ്ടാൽ മനസ്സിലാവും എത്ര ദൂരം ഇത് പോകുന്നുണ്ട് എന്നുള്ളത്. ഓരോ വാഴയും തമ്മിൽ 2 മീറ്ററാണ് വ്യത്യാസം. ഒരു 1-2 റൊട്ടേഷന് മാത്രമേ ഇത് പോയിട്ടുള്ളൂ. ഇത്രപോലെ നനഞ്ഞിരിക്കണം. ഞാനും റെയിൻ ഗണ്ണിനെ കുറിച്ചിട്ട് അറിയുന്നത് യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. Bye.